വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ചേട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരാൾക്ക് റീല് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ കൊതി. മുന്നോ നമ്മളിവിടെ വന്നിട്ട് ബീഫ് ഒന്നും ഉണ്ടാക്കിയില്ലല്ല. ബീഫ് കഴിച്ചാൽ ബീഫ് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഓക്കെ, പൊറോട്ടയും ബീഫ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് ബീഫ് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴ, പുറത്ത് നല്ല മഴയാണ്. ചെന്നൈയിലിപ്പോൾ ഒരു ഗോദാര സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് തോന്നി ടോവിനെ പറയില്ലേ ഫ്ലാഷ് ബാക്ക്. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ അത് കണ്ടപ്പം ബീഫും പൊറോട്ടയും കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പം ഞങ്ങൾ പുറത്തു പോയി പൊറോട്ട ഇവിടെ ചെയ്യാനുള്ള ഇപ്പം സാഹചര്യം ഇല്ല. അപ്പം ഞങ്ങൾ പൊറോട്ട ഒരു കടയിൽ മലയാളികളുടെ കടയാണ് അല്ലേ, മലയാളി ഒരു ബേക്കറിയാണ്. നമുക്കിവിടെ നിന്ന് ആലന്തൂർ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സെൻറ്റ് തോമസ് കൊണ്ട് ഇവിടെ അടുത്തുള്ളവർക്കാണ്. ആലന്തൂരിനടുത്ത് നമ്മുടെ ഉണ്ടല്ലോ ശ്രീഗുപ്ത ബേക്കറി, അതിന് തൊട്ടടുത്ത് വന്നിട്ട് പേരെന്തോ ഉണ്ടായിരുന്നു ബേക്കറിയുടെ. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഇവിടെ ഒരു പൊറോട്ട 15 രൂപയാണ്. പക്ഷേ നമുക്കൊരു പാക്കറ്റിൽ കിട്ടണതെന്ന് പറഞ്ഞാൽ 10 പൊറോട്ട 85 രൂപ. ഇത് ലാഭമില്ലേ? അതും വലിയ പൊറോട്ട. ഇതിൽ ബീഫ് പൊറോട്ടയുണ്ട്. ബീഫ് പൊറോട്ട 75 രൂപ 10. പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ ബോളിയുണ്ട്, എല്ലാം ഉണ്ട്. നാട്ടിലെ പോലെ ഓൾറെഡി ചൂടാക്കിയാണ് വെച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ഇത് ഫ്രോസൺ കൊണ്ടേനല്ലേ, ഫ്രോസൺ കൊണ്ടേന. അപ്പോൾ നമ്മളൊന്ന് നോർമൽ ചൂടാക്കിയത് യൂസിനെടുത്തിട്ട് ബാക്കി ഇരിക്കുകയും ചെയ്യും. പിന്നെ എക്സ്പയറി ഡേറ്റ് 1-2 ദിവസമേ ഉള്ളൂ. അതേറ്റുള്ളൂ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതിന്ന് പാക്ക് ചെയ്തതാണ് അവർ. അങ്ങനെ ഞങ്ങൾ പോയി പൊറോട്ട മേടിച്ചു. അത് കഴിഞ്ഞ് ബീഫ് ചേട്ടൻ മേടിച്ചു. ഞാൻ അധികം ബീഫ് കഴിക്കാറില്ല. എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമല്ല എന്ന് പറയാനും പറ്റൂല. ടേസ്റ്റിന് ഒരു പീസ് അത് ചേട്ടൻ അടുത്ത് വാങ്ങിങ്ങനെ വെച്ച് തരും, അങ്ങനെ കഴിക്കാറുള്ളൂ. അല്ലാണ്ട് എനിക്കങ്ങനെ കഴിക്കാൻ വലിയ നേരത്തെ കഴിക്കുമായിരുന്നു. ഞാൻ പണ്ടേ കഴിക്കത്തില്ല. ഞാൻ ബീഫ് വീട്ടില് പപ്പയ്ക്കും അനിയനും ഇഷ്ടമുണ്ട്. ഞാനും മമ്മിയും അങ്ങനെ അത് ബീഫ് കഴിക്കില്ല. ബീഫ് എങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കും, അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് ഇഷ്ടമല്ല എന്നും പറയാൻ പറ്റത്തില്ല. ബീഫിന് അഡിക്റ്റ് അല്ല, വേണമെന്നല്ല, അങ്ങനെ ഒരു ക്രേവിങ് ഇല്ല. അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ചിക്കൻ വെക്കാം, ചേട്ടന് ബീഫ് വയ്ക്കാം. അയ്യോ, അവള് എനിക്ക് ചിക്കൻ വെക്കാന്ന് വിചാരിക്കുന്ന, ചേട്ടന് ബീഫ് വയ്ക്കാം. ഞായറാഴ്ച ചിക്കൻ ഇരിപ്പുണ്ടല്ലേ, ചിക്കൻ ഇരിപ്പുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പട്ടിണിയാവൂല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചിക്കനും വെക്കണം, ബീഫ് വയ്ക്കണം, പൊറോട്ട ഉണ്ട്. പിന്നെ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ മഴയാണെന്ന് പറഞ്ഞു മമ്മിയും പപ്പയൊക്കെ വിളിച്ചപ്പോൾ. മഴയുണ്ടെന്ന് പറഞ്ഞു. മഴ എന്നിട്ട് ഇപ്പോൾ കുറവുണ്ട്, നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും വർഷം ഇങ്ങനെ തണുപ്പുണ്ടായിട്ടില്ല. നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ നല്ല മഴയാണ്, ഭയങ്കര മഴ. ഇങ്ങനെ തോരാതെ നിൽക്കത്തില്ലേ, കുഞ്ഞു മഴ, ചെറിയ മഴ. ഊട്ടിയിലൊക്കെ, ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ചെറിയ മഴ, ചാറ്റൽ മഴ, ആ ഒരു മഴയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മഴയും നല്ല തണുപ്പുണ്ട്. പിന്നെ കാറ്റ്, രാത്രി ഭയങ്കര കാറ്റാണ്. ഇന്നലെ രാത്രി ഭയങ്കര കാറ്റ്, ഭയങ്കര സൗണ്ട് ഉണ്ട്. അത് സംഭവം നമ്മള് ഗ്ലാസ് എല്ലാം അടച്ചിട്ടേക്കാണ്. അപ്പൊ അതിൽ വന്നിങ്ങനെ അടിക്കുന്ന ഭയങ്കര സൗണ്ട്. ഞാൻ രാത്രി എണീറ്റ് ചേട്ടാ യക്ഷിയാണോ എന്തോ സൗണ്ട്. അപ്പൊ ചേട്ടാ ഇത് കാറ്റാണ്. ജനൽ തുറന്ന് എന്നെ കാണിച്ച് തന്നിട്ടാണ് എനിക്ക് സമാധാനമായത് കാറ്റാണെന്ന്. ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോ ഭയങ്കര സൗണ്ട്. നല്ല കാറ്റാണ്. അപ്പോൾ ചെന്നൈയിൽ നമ്മുടെ ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല. അല്ല, ഇത്രയും ഇതിനു മുമ്പ് 2 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ്. അല്ല, ഇവിടെയുള്ള നമ്മളിതാ സഫർ ചെയ്യാതെ കിടപ്പുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളമൊക്കെ കയറി കുറച്ച് പ്രശ്നങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്.
വണ്ടിയൊന്നും പോകാൻ പറ്റുന്നില്ല, വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ, മരങ്ങൾ വീണു, അങ്ങനെയൊക്കെ ചിലയിടത്തൊക്കെ ന്യൂസിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ചെന്നൈയിൽ പ്രശ്നമാണെന്ന്. അപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നിടത്ത് സേഫാണ്, വലിയ പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ പുറത്ത് കുറച്ച് പേർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക്. കുറച്ചും കൂടെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമാവും അല്ലേ? നമ്മൾ കേരളത്തിൽ പെയ്യണ ഒരു ദിവസം പെയ്യണ മഴ നിന്ന് ഇവിടെ പെയ്താൽ മതി, സെയിം അതേപോലെ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ ചെന്നൈ ഫുള്ളും പക്ക. കാരണം വെള്ളം വരേണ്ട സ്ഥലമേ ഉള്ളൂ, പോകേണ്ട സ്ഥലമില്ല, കുറവാണ്. അങ്ങനെ ഇവിടുത്തെ വിശേഷം മഴയാണ് വിശേഷം. നാട്ടിലെ വിശേഷം എല്ലാവരും ഓക്കെയാണ്, സേഫാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം മഞ്ഞാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എൻ്റെ പപ്പയും അനിയനൊക്കെ ഇത് കാണാൻ പോയി, നമ്മുടെ എയർഫോഴ്സിന്റെ അതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഇന്ന് ഫൈനലാണ്, ഡെമോൺസ്ട്രേഷൻ ഇന്നലായിരുന്നു, ഇന്ന് ഫൈനലപ്പോഴും കാണാനൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അനിയനും പപ്പയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മിസ് ചെയ്ത ഒരു പരിപാടി അതായിരുന്നു, ഞങ്ങൾക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അടുത്ത വർഷം ഇനി ഇവിടെ ആയിരിക്കത്തില്ല, ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ ആയിരുന്നു, ചെന്നൈയിലായിരുന്നു. അതിനും പോകാൻ പറ്റിയില്ല, അതിന് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നത്. കുറച്ചു നേരത്തെ അവർ വിളിച്ചപ്പോൾ അവർ ചാക്കയിലെങ്ങാണ്ടോ നിൽക്കുന്നത്, 12 മണിക്ക് ഇറങ്ങിയതാണ്. 12 മണിക്ക് ഇറങ്ങിയത്, അത്രയ്ക്ക് തിരക്ക്. ചാക്കയിൽ നിൽപ്പുണ്ട്. ഇനി എന്തായാലും ശംഖുമുഖം ആ പരിസരത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വെട്ടുകാട് പരിസരത്തായിരിക്കും പോയി നിന്ന് കാണുന്നത്, മിക്കവാറും വെട്ടുകാടായിരിക്കും അവർ പോകുന്നത്. അപ്പം അവിടെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ ഇതുവരെ വിളിച്ചില്ല, അവർ കണ്ടിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാം. അപ്പം നമുക്ക് ബീഫ് ചിക്കൻ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണിച്ചു തരാം. ഭയങ്കര അഡിക്റ്റാ ബീഫിന്. ബീഫ് ഭയങ്കര, പുറത്തെവിടെയെങ്കിലും നമ്മൾ കഴിക്കാൻ പോയാലും ഫസ്റ്റ് ഓർഡർ ചെയ്യണത് ബീഫ്. എന്തൊരു സാധനം ബീഫ്. ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി, അടുത്ത ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബീഫ്, എന്ത് സാധനമാണെങ്കിലും ബീഫ്. ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നു. സവാള കത്തി വെച്ചാണ് കളിക്കുന്നത്. സവാള ഞാൻ എൻ്റെ തോടിങ്ങനെ ആക്കി തരാം, ചേട്ടൻ കട്ട് ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. ഓക്കെ. സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിരിക്കും ബീഫ്. എന്നെ നോക്കിയാണ് കട്ട് ചെയ്യുന്നത്, കൈ മുറിയിട്ട് എന്നെ നോക്കിയാണ് കട്ട് ചെയ്യുന്നത്. കൈ മുറിയിട്ട് ഷെഫായിരുന്നു തോന്നുന്നു, സ്പീഡിൽ കട്ട് ചെയ്യും. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഷെഫ് ഷാസി സ്പീഡിൽ കട്ട് ചെയ്യും. ഷെഫ് കട്ട് ചെയ്യുമ്പോൾ നല്ല പാവങ്ങളെ കാണുന്നത് ചെറുതായിട്ട് പതുക്കെ നോക്കി നമ്മൾ ചെയ്യും. കണ്ണയ്യെന്ന് ആർക്കൊക്കെ ഉണ്ട് ഗൈസ്? സവാള ഉള്ളി ഇതൊക്കെ അരിയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ണ് നിറയും. കേട്ടൊന്നുമില്ലല്ലോ എന്ത് മഞ്ചവലി പറയിപ്പിക്കരുത്. മനസ്സിൽ കളങ്കമില്ലാത്ത ഉള്ളിയായിരിക്കും ഞാൻ കണ്ടിരുന്നു. ഏത് സയന്റിഫിക് രീതിയില സവാളയുടെ സൈസ് നോക്കി, ഇത്രയേ ഉള്ളൂ. എത്രയും 1 കിലോ 100?
ഇത് 4 കിലോ 6 കിലോ പക്ഷേ നമ്മുടെ അവിടെയൊക്കെ 1 കിലോ, അവിടെയും ഇടയ്ക്കൊക്കെ 3 കിലോ ഒക്കെ 100 അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ബൈപ്പാസ് വഴി വരുന്ന സമയത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. 3 കിലോ 4 കിലോ ഒക്കെ 100 രൂപയ്ക്ക് കിട്ടും. ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രസ് ചെയ്യും. ഞങ്ങൾ പുറത്ത് പോയിട്ട് വരെയായിരുന്നു. അത് ഡ്രസ് ചെയ്തു. അപ്പം ഞങ്ങൾ എല്ലാം കട്ട് ചെയ്തു. ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. സവാള നമ്മൾ കട്ട് ചെയ്തു. 2 ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ബീഫും ചിക്കനും. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചതയ്ക്കാനുള്ള സംഭവങ്ങളില്ല. ഇവിടെ ഞങ്ങൾ കണ്ടെത്തിയ ഐഡിയ എന്ന് വെച്ചാൽ ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ റോളിൻ്റെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഇതിനകത്ത് നന്നായിട്ട് ഇടിക്കും. ഒരു സംഭവം നമ്മളങ്ങനെയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ചെറിയ ചെറിയ ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളും കൂടെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ജീവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇത് ഫ്രീസറിൽ ഇരുന്നതാണ് തോന്നുന്നു. മാറ്റാം. ഇത്ര നമ്മൾ ഫുൾ എടുക്കുന്നില്ല, കുറച്ച് ഹാഫ് മതി. പിന്നെ ഇതാ ബീഫ്, എല്ലാ സാധനമായിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാചകത്തിലോട്ട് രണ്ട് ഇതിലായിട്ടങ്ങ് വയ്ക്കും. അതായിരിക്കും എളുപ്പം, സ്പീഡിൽ പണിയും കഴിയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചേട്ടൻ കാണുന്നുണ്ടോ? കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഞങ്ങൾ ഒരേ സമയം ചിക്കൻ ഒന്നിൽ വയ്ക്കുന്നു, ഒന്നിൽ ബീഫ് വയ്ക്കുന്നു. ചൂടാകട്ടെ ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരുമിച്ചാണ് കട്ട്. അപ്പം കൊലായിട്ട് ഇടാമല്ലോ. പിന്നെ ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ക്യാപ്സിക്കം ഞാൻ ചിക്കനിലിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തതാണ്. അത്രയുണ്ട്. സവാളയൊക്കെ ഇട്ട് ഒന്നൊരു ഗോൾഡൻ നിറമാണ്. 2 ഇത് ബീഫിന് വേണ്ടിയിട്ടുള്ളത്. അതിൽ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ പോവുകയാണ്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഓക്കെ, ഞാൻ അതിൽ ക്യാപ്സിക്കം. അതിൽ ക്യാപ്സിക്കം. അപ്പോൾ ചിക്കനിൽ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതേപോലെ ഇളക്കുന്ന സംഭവം. പോലെയാണ്. ഇവിടെ എന്തോ ഉത്സവം നടക്കുന്നുണ്ടോ എന്തോ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇടുന്നത്. ഇനി മറ്റേ ചില്ലിയും കൂടെ ഒരു സ്പൂൺ. എനിക്കൊരു ഹാഫ് അതിട്ടാൽ മതി. എനിക്കൊരു കുറച്ച് മതി. ചേട്ടന് ഫുള്ള്. ചേട്ടന് നല്ല എരിവ് വേണം. അതായത് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, വെള്ളം ഇട്ടു. ബാക്കി മസാലയും കൂടെ ഞാൻ ഇട്ടു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം അതിട്ടു. 2 കിലോ ഇട്ടു. മസാലയൊക്കെ ഇട്ടു. അതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേട്ടിടുന്നുണ്ട്. നമ്മളിതൊരിക്കലും തക്കാളി ഇട്ടില്ല. തക്കാളി നമ്മൾ ഏറ്റവും അവസാനം. എന്താ? അപ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ വെള്ളം അതിലിറങ്ങുമല്ലോ.
പ്രൊഫഷണൽ കുക്ക്. ചുമ്മാതല്ല കേട്ടോ, നന്നായിട്ട് ചേട്ടൻ വയ്ക്കും. ഇങ്ങനെ ചിക്കൻ ബിരിയാണി എല്ലാ ഐറ്റവും അടിപൊളിയായിട്ട് വയ്ക്കും. എല്ലാവരും ഞാനും വയ്ക്കും. എൻ്റെ പാചകം എങ്ങനെയുണ്ട്? കൊള്ളാവോ? ടേസ്റ്റിയാണോ ഫുഡൊക്കെ? ചുമ്മാതല്ല കേട്ടോ. ചുമ്മാതല്ല, നല്ല സൂപ്പർ. ആ ഇനി നമുക്ക് ഇതിലിട്ടിടാനുള്ളത് തക്കാളിയാണ്. തക്കാളി കൂടെ അല്ലേ ഇടാനുള്ളത്? ചിക്കൻ ഇട്ടിട്ട് മീറ്റ് ഇട്ടതിന് ശേഷം തക്കാളി ഇടും. അല്ല, നമ്മൾ ഈ പൗഡർ ഉണ്ടല്ലോ നമ്മളിട്ട് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മീറ്റ് ഇടും. അപ്പോൾ ഈ പൗഡറും കാര്യങ്ങളെല്ലാം ചൂടായി അതിൽ കയറി പിടിക്കും. പിന്നെ നമ്മൾ വെള്ളം വീട്ടിക്കും. വെള്ളത്തിന് പകരമാണ് നമ്മൾ ഈ തക്കാളി. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് ശരിയായി സെറ്റാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഡ്രൈ ആയി വരണം. നല്ല ഡ്രൈ ആയതിനു ശേഷം മീറ്റ് ഇടുമ്പോൾ ആ വെള്ളത്തിൽ മീറ്റിൻ്റെ വെള്ളം കൂടെ കയറി പിടിച്ച് പെട്ടെന്ന് കയറി പിടിക്കും ചിക്കൻ. അടുത്ത ബീഫ് ഇടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നല്ല ബീഫ് കിട്ടി കേട്ടോ. നല്ലതാണ്, നല്ല പച്ച ഫ്രഷ്. അവിടെ നമ്മൾ വാങ്ങിച്ചെടുത്ത് കൂടുതലും ഫ്രഷ് തന്നെ ഉള്ളൂ. അവിടെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അവിടെ എല്ലാ ഐറ്റവും കിട്ടുമല്ലോ. അവർ വെളിയിൽ ബോർഡ് വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം ചിക്കൻ, ബീഫ്, ലിവർ സ്പെഷ്യലായിട്ട്, ചിക്കൻ്റെ ഐറ്റം, ബീഫ്, ആട് എല്ലാം വെറൈറ്റി. നല്ല ഫ്രഷ് സാധനം കിട്ടേ ഉള്ളൂ. ബീഫിലൊക്കെ ഒന്ന് മസാല പിടിക്കട്ടെ. ചിക്കൻ നമ്മൾ ചിക്കൻ ഇടുന്നു. ചിക്കൻ ഇതിൽ ഇനി തക്കാളി ഇനിയാണ് ഇടാൻ പോകുന്നത്. അത് തക്കാളി ഇടുന്നു. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബീഫ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അടച്ച് വെച്ച് വേവിക്കും. സ്ലോ കുക്കിംഗ് ആണ്. അതിൻ്റെ മുടി എടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫും ചിക്കനും ഒരു സൈഡിൽ കൂടി. അപ്പോൾ ഞങ്ങൾ വന്ന വരവിൽ ഒരു സ്വീറ്റ്, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചത്. സ്വീറ്റ്സ് കടയുടെ അടുത്തൂടെ പോയപ്പോഴേ അങ്ങോട്ട് വലിയാണ്, മറ്റേ ഞം 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 ബ്ലോഗുണ്ടല്ലോ അതേപോലെ. എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണ്, ഞാൻ മധുരം കഴിക്കും. ഇത് പേര് ശ്രീ ഗുപ്ത ഭവൻ. ഞാൻ കഴിഞ്ഞ വർഷവും ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഇതാണ്. ഹോർലിക്സ് മൈസൂർ പാവ്. ഹോർലിക്സിൻ്റെ ഫ്ലേവറിലുള്ള കൊള്ളാം. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹോർലിക്സിൻ്റെ ഒരു സൂപ്പർ. ഇവരുടെ സ്പെഷ്യാലിറ്റി സൂപ്പറാണ് കേട്ടോ. ഇവരുടെ സ്വീറ്റ്സ് അതെന്താണ് ഒരു വേറൊരു ഇത്. എനിക്ക് തോന്നുന്നു നെയ്യൊക്കെ ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനം പക്ക, പക്ഷേ നമ്മുടെ പൈസ ഉണ്ടല്ലോ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. എങ്കിലും ആ പൈസയ്ക്കുള്ള പക്ക സ്റ്റാൻഡേർഡ് സാധനം. സ്വീറ്റ്സ് ഇപ്പോൾ ചെന്നൈയിൽ വരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും തന്നെ. ബാക്കി നമ്മുടെ ഒരിക്കൽ ചേട്ടൻ ലീവിന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലത്തേക്കും ചേട്ടൻ്റെ വീട്ടിലത്തേക്കും 2 ബോക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
നല്ല ടേസ്റ്റ് ആയത്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്. ചേട്ടൻ നല്ല ടേസ്റ്റ് ചെയ്തു. ഹോർലിക്സും കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒന്ന് മിക്സ് ആക്കി. നോർമൽ മൈസൂർ പാർക്കിൽ ഇത് ഹോർലിക്സ് ചേർത്ത് അങ്ങനെ ഇരിക്കും. അതേപോലെ കൊള്ളാം, നല്ല ടേസ്റ്റ്. നമ്മുടെ ചിക്കൻ കറി ഏകദേശമായി വരികയാണ്. ബീഫും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൊറോട്ട ഒന്ന് ചൂടാക്കി എടുക്കാൻ വെച്ചു. നമ്മളവിടത്തെക്കാളും സൈസ് ഉണ്ടല്ലേ. ഒന്ന് ചൂടാക്കാൻ ഇത് ലാസ്റ്റ് പൊറോട്ട. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കാം പൊറോട്ട രീതിയിൽ അടിച്ചെടുക്കാം. പൊറോട്ട നമ്മൾ നാട്ടിൽ പൊറോട്ട അടിക്കില്ലേ, ആ അതേ പഠിച്ചെടുക്കാം. എങ്ങനെയാ പൊറോട്ട നമ്മൾ അടുപ്പിൽ നിന്നെടുത്തിട്ട് കൈ കൊണ്ട് അടിക്കില്ലേ, ഓ അത് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അടിക്കാമോ കറക്റ്റ് പൊറോട്ട? കളാം. കറക്റ്റ് നമ്മളെ പൊറോട്ട ആയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ പെറോട്ട ചിക്കൻ ബീഫ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ ടേസ്റ്റ് ചെയ്യും. നമ്മളൊരു പെറോട്ടയ്ക്ക് ഇങ്ങനെ പിടിച്ച് നല്ല ചൂട് ബീഫിൻ്റെ ഒരു പീസൊക്കെ വെച്ച് കഴിക്കണം. എങ്ങനെയുണ്ട് മാൻ? കളാം. നാഗിന് ജീവൻ വരുന്നു. നെക്സ്റ്റ് പഠിച്ചാ സൂപ്പർ. കൊള്ളാം. ഞാൻ കഴിക്കട്ടെ. ഒരു പെറോട്ടയ്ക്ക് ഇങ്ങനെ പിടിച്ച് എനിക്ക് ബീഫ് ഞാൻ ഇച്ചിരി എടുത്തോളൂ. ഞാൻ ചിക്കൻ നോക്കട്ടെ. ചിക്കൻ ഇച്ചിരി ഗ്രേവിയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. സൂപ്പർ, കൊള്ളാം. അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കഴിച്ചു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളെ എന്താ തട്ടുകടയിൽ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കനും കൊള്ളാം, ബീഫും കൊള്ളാം, പൊറോട്ടയും കൊള്ളാം, എല്ലാം കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസും ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്.